الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه كلهم أجمعين. الصلاة والسلام عليك يا رسول الله، الصلاة والسلام عليك يا حبيب الله، الصلاة والسلام عليك يا سيد المرسلين. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله، خذ بأيدينا قلت حيلتنا أدركنا يا حبيب الله، خذ بأيدينا قلت حيلتنا أدركنا يا حبيب رب العالمين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لا أقسم بيوم القيامة ولا أقسم بالنفس اللوامة. أيحسب الإنسان أن لن نجمع عظامه بلى قادرين على أن نسوي بنانه بل يريد الإنسان ليفجر أمامه. صدق الله مولانا العظيم وصدق وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. ظلمت سنة من أحيا الظلام إلى أن اشتكت قدماه الضر من ورمي. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. واعلموا أمة سيدنا ومولانا محمد أول ما يحاسب به العبد يوم القيامة الصلاة. صدق محمد رسول الله صلى الله عليه وسلم. ബഹുവന്ദരായ സയ്യിദ് അവർകളെ, മറ്റു മഹൽ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ വിശുദ്ധ ഖുർആനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായം. അങ്ങനെ പറയുമ്പോൾ
ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ മരിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ലാത്തവരാണ്. മരണാനന്തരം നമുക്ക് ഒരു ജീവിതമുണ്ടെന്ന് ഉറപ്പിക്കുന്നവരുമാണല്ലോ ഈ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരും സഹോദരിമാരും ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ. മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്ന് ഈ രൂപത്തിൽ ഉറപ്പിച്ച് വിശ്വസിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സൂറത്തുൽ ഖിയാമ നമ്മോട് സംസാരിക്കുന്നത്. അഥവാ ഉയർത്തെഴുന്നേൽപ്പു നാൾ പരമസത്യമാണെന്ന് ഇന്നലെ നാം വിശദീകരിച്ച വചനങ്ങളിൽ കേട്ടുകഴിഞ്ഞു. തുടർന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്നെയും നിങ്ങളെയും പരിചയപ്പെടുത്തുന്നത് ഇതൊക്കെ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന മനുഷ്യന്മാർ, ആ മനുഷ്യൻ അനുസരണത്തിന്റെ കാര്യത്തിൽ വളരെ പിന്നോട്ട് പോവുകയാണ്. വളരെ വലിയ പിന്നാക്കാവസ്ഥയാണ് അനുസരണത്തിന്റെ കാര്യത്തിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശ്വാസമുണ്ട്, മുഹമ്മദ് റസൂലുള്ളാഹി എന്ന വിശ്വാസമുണ്ട്, മരണാനന്തരം ജീവിതമുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്, നരകമുണ്ട് സ്വർഗമുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്, ഹിസാബുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട്. അവനവൻ ചെയ്ത കർമ്മങ്ങൾക്കനുസരിച്ച് രക്ഷാശിക്ഷകൾ ആസ്വദിക്കുകയും അനുഭവിക്കുകയും വേണമെന്ന് വിശ്വസിക്കുന്നുണ്ട്. എന്നിട്ടും ആ ഒരൊറ്റ ആയത്താണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. എന്താണ് ഈ ഒരു ആയത്ത് പറയുമ്പോൾ ഇത്രയും വിശാലമായ ഒരു ചർച്ചയിലേക്ക് കടന്നു വരുന്നത് എന്ന് ചോദിച്ചാൽ, അല്ലാഹു പറഞ്ഞു ഇതൊക്കെ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ എന്നിട്ടും അവന്റെ മുന്നോട്ടുള്ള ജീവിതത്തില് അനുസരണക്കേട് കാണിക്കാനാണ് അവന്റെ തീരുമാനം. എന്നിട്ടും മനുഷ്യൻ തീരുമാനിക്കുന്നു അവന്റെ മുമ്പോട്ടുള്ള ജീവിതത്തിൽ ഒരു മഹാതമ്മാടിയാവാനുള്ള തീരുമാനമാണ് മനുഷ്യന്. നന്നാവണമെന്ന വിചാരം ഇപ്പോഴും അവനെ തൊട്ടുകേണ്ടിയിട്ടില്ല. എത്ര ശരിയാണ് ഈ പറഞ്ഞിരിക്കുന്ന ആശയം. ഇത് എന്നെയും നിങ്ങളെയും ബോധ്യപ്പെടുത്താൻ അല്ലാഹു ഈ പറഞ്ഞത് ശരിയാണ്, പരമസത്യമാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി വർത്തമാന സാഹചര്യത്തിലുള്ള മനുഷ്യന്റെ സ്വഭാവങ്ങൾ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് സംസാരിക്കുകയാണെങ്കിൽ എല്ലാവരും സമ്മതിക്കും. എനിക്കുറപ്പുണ്ട് ഒരു വ്യാഖ്യാനത്തിന്റെ പോലും ആവശ്യമില്ല, വിശദീകരണത്തിന്റെ പോലും ആവശ്യമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് വിശ്വസിക്കുന്ന, പരലോകമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതാ ഇന്നത്തെ വർത്തമാന മനുഷ്യൻ ബഷറായാണ് ജീവിക്കുന്നത് എന്ന് ഒരാളോടും പറഞ്ഞറിയിക്കേണ്ടതില്ല. എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമാണിത്, എല്ലാവരും അംഗീകരിക്കുന്ന ഒരു പരമയാഥാർത്ഥ്യമാണിത്. ഇത് അംഗീകരിക്കാത്തവരാരും ഈ ലോകത്തില്ല. എന്താ കാരണം? ഹറാമായതല്ലാതെ തിന്നുന്ന മനുഷ്യന്മാർ ഇന്ന് ലോകത്തില്ല. ഹലാല് തിന്നണമെന്ന നിർബന്ധം ഒരൊറ്റ കുട്ടിക്കും ഇന്നില്ല. എന്നല്ല, നമ്മുടെയൊക്കെ നാടൻ പ്രദേശങ്ങളിലേക്ക് ഇവിടെ നമ്മുടെയൊക്കെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ആലോചിക്കണം. ഞാൻ പറയുന്നത് ടൗൺ ഏരിയകളിലേക്ക് പോകണമെന്നല്ല, നിങ്ങളുടെയൊക്കെ ഗ്രാമാന്തരങ്ങളിലേക്ക് കയറി വന്നാൽ കല്യാണത്തിന്റെ തലേനാൾ മദ്യം മണക്കുകയാണ്. ഗ്രാമങ്ങളുടെ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് കല്യാണത്തിന്റെ തലേനാൾ കുപ്പികൊട്ടുന്ന വീടുകള്, കല്യാണത്തിന്റെ തലേനാൾ വളകിരുന്ന വീടുകള്, കല്യാണത്തിന്റെ തലേനാളെന്ന് മാത്രമല്ല ആഘോഷ ചടങ്ങുകൾ മുഴുവനും കുപ്പി കൊണ്ട് വഷളായിക്കൊണ്ടിരിക്കുന്ന ഒരു ചുറ്റുപാടാണ് കാണുന്നത്. ഒരിക്കലും മദ്യപിക്കില്ല എന്ന് നാം കരുതിയ പലരും മദ്യപാനത്തിന്റെ അടിമകളായി മാറിയിരിക്കുകയാണ്. മാത്രമല്ല
വ്യഭിചാരം ഒരു സർവ്വസാധാരണയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രദേശത്ത് ചെല്ലുമ്പോൾ ആ പ്രദേശത്ത് നിന്നോട് പറയുന്നു, ഉസ്താദേ, ഈ നാട്ടിലെ ഏറ്റവും വലിയ ദുരന്തം ധാരാളം സൗഹൃദ വ്യഭിചാരങ്ങൾ നടക്കുന്നു എന്നതാണ്. എന്താ ഈ സൗഹൃദ വ്യഭിചാരം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്? രണ്ടാൾക്കും പിണക്കമില്ലാത്ത രൂപത്തില് എന്നല്ല, പലപ്പോഴും ഭാര്യയും ഭർത്താവും തന്നെ പരസ്പരം ഇണകളടച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ദുരവസ്ഥ ഈ നാട്ടിൽ വ്യാപകമാണെന്ന് പറയുമ്പോ, ഉമ്മത്തിന്റെ മക്കളിൽ ഇത്തരം തോന്യാസങ്ങൾ കടന്നുകൂടുന്നു എന്ന് പറയുമ്പോ ഈമാനുള്ളവൻ വേദനിക്കാതിരിക്കില്ല. അവന്റെ സമ്പാദ്യമാർഗത്തെ കുറിച്ച് അവൻ നമ്മോട് വിശദീകരിക്കുമ്പോ ഇത് പാടില്ല, ഹറാമാണ്, അത് പറയില്ല, പറയാൻ പാടില്ലാത്തതാണ്, അത് ചെയ്യല്ല, ചെയ്യാൻ പാടില്ലാത്തതാണ്, അങ്ങോട്ട് നോക്കല്ല, നോക്കാൻ പാടില്ലാത്തതാണ്, അത് പിടിക്കല്ല, പിടിക്കാൻ പാടില്ലാത്തതാണ്, ആ വാക്ക് നീ പറയല്ല, പറയാൻ പാടില്ലാത്തതാണ് എന്നൊക്കെ പറയുമ്പോ ആധുനിക മനുഷ്യന്റെ പ്രതികരണം ഹറാമും ഹലാലും നോക്കി ജീവിക്കാൻ കഴിയോന്നാ. നമ്മുടെ ഇഷ്ടം പോലെ അങ്ങ് ജീവിക്കാന്നല്ലാതെ, ഈ ഭൂമി ആസ്വദിക്കുക എന്നല്ലാതെ ഈ നിയമവിലക്കുകളുടെ നൂലാമാലകളൊക്കെ ആരും അംഗീകരിക്കുന്ന തർക്കമില്ല ഈ കാര്യത്തിൽ. ഈ കാര്യത്തിൽ തർക്കമില്ല. ആധുനിക ലോകം മാറിയിട്ടുണ്ടോ? ആരോടും ചോദിക്കേണ്ടതില്ല, എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. അത് തെളിവുകൾ നിരത്തി സംസാരിക്കണമെന്നും തോന്നുന്നില്ല. ഞാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ മുമ്പിൽ എല്ലാ തെറ്റുകുറ്റങ്ങളും നമുക്ക് ഇന്നത്തെ ഒരു ദിവസം ഇവിടെ ചർച്ച ചെയ്യാൻ പറ്റില്ല. മനുഷ്യരിൽ നിലനിൽക്കുന്ന തെറ്റുകുറ്റങ്ങളെല്ലാം കൂടെ നമുക്ക് ഒരു 2, 3, 4 കാര്യങ്ങൾ വളരെ ഗൗരവപൂർവ്വം നമുക്ക് ആലോചിക്കണം, നമുക്ക് കൂടിയിരുന്ന് ചർച്ച ചെയ്യണം. ഞാൻ പറയുന്നത്, ഇന്നത്തെ പ്രഭാഷണം കഴിഞ്ഞ് തിരിഞ്ഞു പോകുമ്പോഴേക്ക് ഇതിലൊരു മാറ്റം, ആ മാറ്റം കൈക്കൊള്ളാൻ ഉറച്ച തീരുമാനവുമായിട്ടാണ് ഈ സദസ്സിൽ നിന്ന് എഴുന്നേൽക്കുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യത്തോടെ അവൻ ചിന്തിക്കേണ്ട ഒരു സംഗതി, അത് അവന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിർബന്ധമാക്കിയ നിസ്കാരത്തിന്റെ കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തില് കബായിറുകൾ എന്ന സമയത്ത്, വൻദോഷങ്ങൾ എന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഇമാം ദഹബി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകളൊക്കെ എണ്ണിയത് കാണാം. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി എണ്ണിയത് കാണാം. കബായിറുകൾ, വൻദോഷങ്ങൾ ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുമ്പോ ശിർക്ക് അവരുടെ ചർച്ചയിൽ കടന്നു വരുന്നുണ്ട്. നമ്മളത് ചർച്ച ചെയ്യേണ്ടതില്ല. കാരണം നാം കറകളഞ്ഞ മുവഹ്ഹിദീങ്ങളാണ്, തൗഹീദിന്റെ വക്താക്കളാണ്. അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമല്ല. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. ഇതിൽ നമുക്ക് യാതൊരു അണ്ണുവളവോടുള്ള വ്യതിയാനം പോലും നമുക്ക് സംഭവിച്ചിട്ടില്ല. പിന്നെ ആരൊക്കെയോ നാനാഭാഗത്ത് നിന്ന് കുരക്കുന്നുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ വണ്ടി വിട്ടോ എന്ന് പറയല്ലാതെ ഒരു നിർവാഹവുമില്ല. അവരുടെ പിന്നാലെ കൂടാൻ മാത്രം ചെറുതല്ല നമ്മുടെ സമയം എന്നതുകൊണ്ട് ഞാനതിലേക്ക് കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്തുകൊണ്ട് ഈ കാലമത്രയും കഴിഞ്ഞുപോയ മഹാന്മാര് മുഴുവൻ, സഹാബത്ത്, താബിഈങ്ങൾ, താബിഉ താബിഈങ്ങള്, അങ്ങനെ ഇങ്ങോട്ടെത്തിയിട്ട് നമ്മുടെ ഉസ്താദുമാർ വരെ എത്തുന്ന, നമ്മുടെ വല്ലിപ്പമാർ വരെ എത്തുന്ന ഈ പരമ്പര നമ്മളെ പഠിപ്പിച്ചു തന്നിരിക്കുന്ന ഒരു സത്യം, ഇതാണ് സത്യം എന്ന് ബോധ്യപ്പെടുത്തുന്ന പ്രമാണങ്ങളോ മറുഭാഗത്ത് ധാരാളം ഉള്ളതാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, നബിയേ, അങ്ങയുടെ സംഘം 73 വിഭാഗമായി പൊട്ടിപ്പിളർന്ന് 72 നരകത്തിലാണ്, ഒന്ന് മാത്രം സ്വർഗത്തിലാണെന്ന് പറയുമ്പോ ആരാണ് നബിയേ ഈ ഫിർഖത്ത് നാജിയ? ഈ രക്ഷപ്പെടുന്ന വിഭാഗം ഏതാണ്? നാളെ ആഖിറത്തിൽ സലാമത്ത് കിട്ടുന്ന വിഭാഗം ഏതാണ്? ആ ടീം ഏതാണെന്ന് ചോദിക്കുമ്പോ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി
പല രൂപത്തിൽ മറുപടി പറഞ്ഞിട്ടുണ്ട്. അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ആ പേര് കാലങ്ങളായി സ്വീകരിച്ചു പോരുന്നത് നമ്മളാണ്. ഇടക്ക് കയറി ആരോ അത് അവകാശപ്പെടാനും അവർക്ക് നിലവിലുള്ള പേരുകളൊക്കെ തേച്ചുമാറ്റി കളയാനും ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇന്ന് വരെ ലോകത്ത് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന പേര് അവകാശപ്പെട്ടതും അത് പറഞ്ഞു വരുന്നതും നമ്മളെ പറ്റിയാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ തർക്കമില്ല. ഇനി അല്ലാഹുവിന്റെ ഹബീബ് മറ്റൊരു സമയത്ത് മറുപടി പറയുന്നത് മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും പഠിപ്പിച്ച നടപടിക്രമം ഏതാണോ ആ നടപടിക്രമത്തിലാണ്, ആ നടപടിക്രമമാണ് യഥാർത്ഥമായ വിഭാഗം. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചെങ്കില് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ശരിക്കും മനസ്സിൽ ഇരുത്തി ആലോചിക്കേണ്ട കാര്യമാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇങ്ങനെയൊന്ന് നമ്മളെ പഠിപ്പിച്ചെങ്കിൽ നമ്മൾ മനസ്സിരുത്തി ആലോചിക്കേണ്ട കാര്യമാണ്. പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തില് നമ്മെ പഠിപ്പിച്ച അയിമ്മത്തുകള് മുഴുവനും അവർ പറഞ്ഞ കാര്യങ്ങൾക്ക് ഖുർആനിന്റെയും ഹദീസിന്റെയും പ്രമാണങ്ങളും തെളിവുകൾ നമ്മുടെ മുമ്പിൽ പറഞ്ഞു, പ്രമാണങ്ങൾ അവതരിപ്പിച്ചു. അപ്പോഴും മാ അന അലൈഹി വഅസ്ഹാബി എന്ന് പറഞ്ഞതും യഥാർത്ഥത്തിൽ നമ്മൾ തന്നെയാണ്. ഇനി ഏതൊരാൾക്കും ഇതൊക്കെ എല്ലാവരും അവകാശപ്പെടുന്നതല്ലേ? ഈ രണ്ടാമത്തെ മാ അന അലൈഹി വഅസ്ഹാബികൾ എല്ലാവരും അവകാശപ്പെടുന്നത് ഞങ്ങളുടെ റൂട്ടാണ്, അല്ലാഹുവിന്റെ റസൂലും സഹാബത്തും നടന്ന വഴിയാണ്. ഒന്നാമത്തത് അവകാശപ്പെടാൻ പറ്റില്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്നുള്ള പേര് അത് നമുക്ക് നോക്കാം. മറ്റെല്ലാ കക്ഷികളും പറയും, എന്നാൽ അതിനും യാതൊരു വിധത്തിലും സാധ്യതയില്ല. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നു മൂന്നാമത്തെ ഒരു മറുപടി. ഈ ചോദ്യത്തിന്റെ മറുപടി പല ഘട്ടങ്ങളിൽ പലതായി വന്നിട്ടുണ്ട്. അതാ പല റിപ്പോർട്ടുകൾ പല രൂപത്തിൽ കാണാം. ഒരിക്കൽ നബിതങ്ങൾ പറഞ്ഞത് അസ്സവാദുൽ അഅ്ളം. അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചു ആരാണ് രക്ഷപ്പെടുന്ന വിഭാഗം? തിരുനബിയുടെ മറുപടി അസ്സവാദുൽ അഅ്ളം, മുഖ്യധാര എവിടെയാണോ അവരാണ് രക്ഷപ്പെടുന്നവർ. സയ്യിദുനാ റസൂലുള്ളാഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് പറയുന്നത് മഹാഭൂരിപക്ഷം, ആ മഹാഭൂരിപക്ഷം അതാരാണ്? ലോകാടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ കേരളത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ലോകാടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മദ്ഹബ് അംഗീകരിക്കുന്നവരും അംഗീകരിക്കാത്തവരും, ഇതാണ് സുന്നിയും അസുന്നിയും തമ്മിലുള്ള വ്യത്യാസം. മദ്ഹബ് അംഗീകരിക്കുന്നവൻ അംഗീകരിക്കാത്തവൻ. എന്തിനാണ് ഇമാം ഷാഫിയുടെ പിന്നാലെ നടക്കുന്നത്? നമുക്ക് തന്നെ ഭാഷ അറിഞ്ഞുകൂടെ? നമുക്ക് തന്നെ നേരിട്ട് അങ്ങോട്ട് ഹുക്മ് കണ്ടെത്തിക്കൂടെ? എന്നിട്ട് എവിടെന്നാണ് ഈ ഹുക്മ് കണ്ടെത്തുന്നത്? ബുഖാരിയിലുണ്ടോ മുസ്ലിമിലുണ്ടോ എന്ന് ചോദിക്കാണ്. ആ ബുഖാരിയിലുള്ള ഹദീസുകൾ സമാഹരിച്ച ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങള് തന്റെ സഹീഹില് സമാഹരിച്ചിരിക്കുന്ന ഹദീസുകൾ നോക്കിയിട്ടാണ് മതനിയമങ്ങൾ പറയാൻ വരുന്നതെങ്കിൽ ആ ബുഖാരി ഇമാം പറയുന്ന മക്കളെ, ഞാൻ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ ഹദീസുകൾ ഇങ്ങനെ രേഖപ്പെടുത്തി എന്നേ ഉള്ളൂ. പക്ഷേ നിസ്കരിക്കേണ്ടത് എങ്ങനെയാണ് ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ പറയാനുള്ള യോഗ്യത എനിക്കില്ലട്ടോ. അതുകൊണ്ട് ഞാൻ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബുകാരനാണ്. ആരാത് പറയുന്നത്? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. ഇമാം ബുഖാരി പറയാണ് എനിക്ക് നിസ്കരിക്കേണ്ടത് എങ്ങനെ, നോമ്പ് നോൽക്കേണ്ടത് എങ്ങനെ എന്ന് പഠിപ്പിക്കുന്നത് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. അവർക്കൊക്കെ മദ്ഹബിന്റെ ഇമാമുകളോ വേണം. എന്നിട്ട് അവരെഴുതി വെച്ച ഹദീസുകൾ നോക്കിയിട്ട് ഒരു വിഭാഗം ആളുകൾ മദ്ഹബിന്റെ ഇമാമുമാരെ തള്ളുന്നു എന്ന് പറഞ്ഞാൽ ഇത് എന്തുമാത്രം വൈരുദ്ധ്യമാണ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക. വിരോധാഭാസം എന്നല്ലാതെ എന്താ ഇതേക്കുറിച്ച് പറയാം? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്കൊക്കെ നല്ല ബുദ്ധി കൊടുക്കട്ടെ. അതേക്കുറിച്ച് അതേ പറയേണ്ടതുള്ളൂ. നമ്മൾ ശിർക്കിന്റെ അഹ്ലുകാരല്ല, ശിർക്കിന്റെ അഹ്ലുകാരല്ല. ഈ കാര്യം എവിടെയും എങ്ങനെയും സമർത്ഥിക്കാൻ കഴിയുന്ന കാര്യമേ ഉള്ളൂ. ഇനി ഇത് സംബന്ധമായിട്ട് സാധാരണക്കാരുടെ ഹൃദയത്തിൽ, കാരണം കബായിറുകളുടെ കൂട്ടത്തിൽ സന്തോഷങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാമതായി ഒരു ശിർക്കാണ്. അത് തീരെ ചർച്ച ചെയ്യാതെ പോയാൽ പറ്റില്ലല്ലോ. നമ്മളതിന്റെ ആളുകളല്ല എന്നതുകൊണ്ട് നിസ്കാരം ഉപേക്ഷിക്കുക എന്നുള്ള ഗൗരവമായ കാര്യത്തിലേക്ക് കയറാനാണ് ഞാൻ കരുതിയത്. പക്ഷേ ചിലർക്കെങ്കിലും ഇത് ചർച്ച ചെയ്യേണ്ടതല്ലേ എന്ന് തോന്നിപ്പോയെങ്കിലോ അതുകൊണ്ടാ പറയുന്നത് ശിർക്ക് മഹാഗൗരവമുള്ളതല്ല. പക്ഷെ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് മുഅ്മിനീങ്ങളായതുകൊണ്ട് അതേക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതില്ല. അതുകൊണ്ടാണ് ആ ചർച്ചയിലേക്ക് കടന്നു വരാത്തത്. ഇനി ആരെങ്കിലും എവിടെയെങ്കിലും നിന്നിട്ട് നമ്മൾ ചെയ്യുന്ന ആചാരങ്ങളെ, നാം നടത്തിക്കൊണ്ടിരിക്കുന്ന ഏർപ്പാടുകളെ ശിർക്കൻ നിലപാടുകൾ എന്ന് കൊഞ്ഞനം കുത്തുന്നുണ്ടെങ്കിൽ, ദൂരെ നിന്ന് കുരക്കുന്നുണ്ടെങ്കിൽ,
ഞാൻ പറഞ്ഞു അത് അവഗണിക്കുക, അതിനു മാത്രം നഷ്ടപ്പെടുത്താൻ അതിന്റെ പിന്നാലെ പോയി നമ്മുടെ സമയം നഷ്ടപ്പെടുത്തിക്കൂടെ. നമുക്ക് സമയം വിലപ്പെട്ടതാണ്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. സാധാരണക്കാർ ഒരു കാര്യവും കൂടെ ഞാനിത് സംബന്ധമായി പറയുന്നു. ഇത് സാധാരണക്കാർ ഉൾക്കൊള്ളാനുള്ള എന്ത് ഇവിടെ പോയി തർക്കമുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിൽ ചെന്നിട്ട് ഇന്നലെ ബഹുമാനപ്പെട്ട വൈരത്തൂർ തങ്ങൾ ഇവിടെ പറഞ്ഞതുപോലെ യാ റസൂലല്ലാഹ് യാ നബിയല്ലാഹ് എന്നൊക്കെ വിളിക്കാം. ബഹുമാനപ്പെട്ട തങ്ങൾ സുയസിന്റെ ചീഫമീറായി പോകുന്ന ആ സംഘത്തിൽ സാധുവായ ഞാനും അന്ന് പങ്കെടുത്തിരുന്നു. ഞാൻ നേരിട്ട് കേട്ടതാ. റൗദയുടെ മുമ്പിൽ നിന്ന് പച്ച മലയാളത്തിൽ തങ്ങൾ പറയുന്നു, മദീനയിൽ ചെന്നപ്പോ പ്രതികൂല സാഹചര്യമാണ്, കാലാവസ്ഥയാണ്, എല്ലാവരും പനിച്ചു വല്ലാതെ വിഷമിച്ചു. അല്ലാഹുവിന്റെ റസൂൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, മദീനയുടെ ബലാലുകൾ ശക്തമായ മുഅ്മിനീങ്ങൾക്കല്ലാതെ സഹിക്കാൻ കഴിയില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. കാരണം മദീനയിൽ വരുമ്പോൾ പരീക്ഷണങ്ങൾ ഉണ്ടാകുന്ന അർത്ഥം ഈമാനുള്ളവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ പ്രതിസന്ധിയിൽ പ്രായമുള്ള ആളുകളൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടുമ്പോ തങ്ങൾ ഇങ്ങനെ പറയാണ്, ഞാൻ 1000 ആളുകളെയായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് തങ്ങളെ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വെച്ച് മലയാളത്തിൽ പറയാം, ഇത് പട്ടാണികളെ പോലെയോ അല്ലെങ്കിൽ കറുപ്പന്മാരെ പോലെയോ ഒക്കെ നല്ല ആരോഗ്യമുള്ള നല്ല ആവതുള്ള ടീമല്ല, മറിച്ച് കട്ടൻ ചായയും പൂളക്കേങ്ങിന്റെ നെട്ടിയും തിന്ന് വളർന്നവരാണ്. നിങ്ങൾ പറഞ്ഞ അതേ ശൈലിയാണ് ഞാൻ പറയുന്നത്. പൂളക്കിഴങ്ങിന്റെ നെട്ടിയും കട്ടൻ ചായയും കുടിച്ച് വളർന്നു. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത്, അന്ന് ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ അവിടുന്ന് പറഞ്ഞു, അതുകൊണ്ട് ഈ ശക്തമായ തണുപ്പും പ്രതികൂല കാലാവസ്ഥയും സഹിക്കാൻ എന്റെ കൂടെ വന്നവർക്കാവില്ല. ഇവിടുത്തെ ക്ലൈമറ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത്, അങ്ങനെ തന്നെയാണ് തങ്ങൾ അന്ന് ഉപയോഗിച്ച പദം. അത്ഭുതകരമെന്ന് പറയട്ടെ, ആ ദ്വാരം കഴിഞ്ഞിങ്ങോട്ട് ഇറങ്ങി പെട്ടെന്ന് മദീനയുടെ കാലാവസ്ഥ തന്നെ മാറുക. ഇതെന്റെ അനുഭവത്തിൽ നേരിട്ട് കണ്ട ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ ഇങ്ങനെ ചോദിക്കുന്നതിനെ കുറിച്ചാണ് ഒരു ഭയങ്കര വിഷയമായിട്ട് കാണുന്നത്. അല്ലാഹുവിന്റെ റസൂലിനോട് കാര്യങ്ങൾ നേരിട്ട് പറയാൻ പറ്റുമോ? അല്ലാഹു എന്ന് കരുതാതെ, ഇലാഹ് എന്ന വീക്ഷണമല്ലാതെ അല്ലാഹുവിന്റെ ഹബീബിനോട് നേരിട്ട് കാര്യങ്ങൾ പറയുന്നതിന് വല്ല വിഷമമുണ്ടോ? അതാണ് ഇപ്പൊ തർക്കം. ഇത് സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. ഇമാമുമാർ, കഴിഞ്ഞ കാല ഇമാമുമാർ ഇതിൽ സ്വീകരിച്ച നിലപാടുണ്ട്. നമ്മളത് പഠിച്ചാൽ മതി എന്ന വിഷയം തീരും. ഇമാം നബവി റളിയല്ലാഹു അൻഹു അറിയാത്തവരാരും ഉണ്ടാകൂലല്ലോ. വളരെ പ്രസിദ്ധനാണ്, ലോക പ്രശസ്തനാണ് ഇമാം നബവി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവരും ഇമാം റാഫിഈ റളിയല്ലാഹു അൻഹു പലപ്പോഴും മസ്അലയുടെ കാര്യത്തിൽ, ശാഖാപരമായ കാര്യങ്ങളുടെ വിഷയങ്ങളിൽ ഭിന്നിപ്പുണ്ടാവും. നമ്മ അഭിപ്രായ വ്യത്യാസം, ശാഖാപരമായ കാര്യങ്ങൾ അടിസ്ഥാനപരമായി മസ്അലകളെല്ലാം ഉണ്ടാകും. ശാഖാപരമായ മസ്അലകളിൽ ചിലപ്പോ ചെറിയ എതിർപ്പുകൾ ഉണ്ടാകും. അത് ഉമ്മത്തിന് റഹ്മത്താണ് എന്ന് വളരെ വ്യക്തമായി പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇഖ്തിലാഫുൽ അഇമ്മത്തി റഹ്മത്തുൽ ലിൽ ഉമ്മ. ഇമാമുമാരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉമ്മത്തിന് റഹ്മത്താണ്. പലപ്പോഴും അനുഭവിക്കും, നമ്മൾ ജീവിതത്തിൽ പലപ്പോഴായിട്ട് അനുഭവിക്കും. അപ്പൊ അവിടെ നിസ്കാരത്തിന് നിൽക്കുമ്പോ നമ്മുടെ നേരെ മുമ്പിൽ ഒരു മറ ഉണ്ടാവണം. നമ്മളൊക്കെ പഠിച്ചതാണല്ലോ, ഒരു മറ ഉണ്ടായിരിക്കണം, സുന്നത്താണത്, മറ വെച്ചിട്ടായിരിക്കണം നിസ്കരിക്കേണ്ടത്. പലപ്പോഴും നമ്മുടെ ഗൾഫ്
മോഡലുകളെ പലപ്പോഴും നമ്മളിങ്ങനെ അനുകരിക്കുന്നു. ഇത് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് എന്ന് കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്താൻ മറക്കുന്നില്ല. ഇപ്പൊ പലപ്പോഴും പലരും പള്ളിയുടെ ഇന്നേ സൈഡിൽ നിന്നിട്ട് ഏറ്റവും പിൻഭാഗത്തുനിന്ന് തസ്ബീഹ് അങ്ങോട്ട് കിട്ടും. ഒരു ചുമരിന്റെ അടുത്തേക്ക്, ഒരു തൂണിന്റെ അടുത്തേക്കൊന്നും അടുത്ത് നിൽക്കുന്ന പരിപാടിയൊന്നുമില്ല, ഒക്കെ എടുത്തു പോവാണ്. എന്നാൽ സംഭവം സുന്നത്താണ്. ഒരു മറ ഉണ്ടായി. ഈ മറ തൂണാണെങ്കിൽ, ഇത് ചുമരാകുമ്പോഴല്ല പറഞ്ഞത്, തൂണ് പോലെയുള്ള ഒരു സാധനമാണ് ഈ മറയെങ്കിൽ അതിന്റെ നടുക്കാണോ നിൽക്കേണ്ടത്, രണ്ടാമതൊരു സൈഡിലാണോ നിൽക്കേണ്ടത്? അഭിപ്രായ വ്യത്യാസം. ഇമാം റാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു തൂണിന്റെ നേരെ നിൽക്കാം, നടുക്ക് നിൽക്കാം. ഇമാം നബവി റളിയല്ലാഹു അൻഹു പറഞ്ഞു നേരെ നിൽക്കണ്ട, വലത്തോട്ടോ ഇടത്തോട്ടോ ഒന്ന് തെറ്റി നിൽക്കാം. ഇമാം നബവി റളിയല്ലാഹു അൻഹു പറയാണ്. എന്താ കാരണം പറഞ്ഞത് എന്നറിയോ നിങ്ങളെ? നേരെ നിൽക്കുമ്പോ ഈ മുമ്പിലുള്ളത് വിഗ്രഹമാണെന്ന് തോന്നിപ്പോയെങ്കിലോ ആ വിദൂര സാധ്യത അല്ലേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വിദൂര സാധ്യതയാണ്. നിസ്കാരത്തിന് മറയായിട്ട് വെച്ചിരിക്കുന്ന സാധനം ഒരിക്കലും ഒരു വിഗ്രഹമാണെന്ന് തോന്നിപ്പോകുന്ന ഒരു ചുറ്റുപാടില്ല. എന്നാലും മഹാനവറുകൾ പറയാം അത് വരണ്ട, അതുകൊണ്ട് നാം മറ വേണാനും വലത്തോട്ടോ ഇടത്തോട്ടോ രണ്ടാമത് സൈഡിലേക്ക് മാറി നിൽക്കണമെന്ന് ബഹുമാനപ്പെട്ടവർ പറയുന്നു. ഇതെന്താ പറഞ്ഞത്? അപ്പോൾ ഇമാം നബവി റളിയല്ലാഹു അൻഹു ശിർക്കിനെ എത്രമാത്രം ഭയപ്പെടുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കാനാണ് ഇത് പറഞ്ഞത്. എത്രമാത്രം ഭയമുള്ള ആളാണ്. ആ നബവി റളിയല്ലാഹു അൻഹു തന്റെ കിതാബുൽ അദ്കാറിൽ എഴുതുന്നു, നിങ്ങൾ ഒരു വഴിയിലൂടെ അങ്ങനെ നടന്നു പോകുമ്പോൾ നിങ്ങളെ കാല് എവിടെയെങ്കിലും വെച്ചുടക്കിയാൽ, എന്തെങ്കിലും കാല് തട്ടി എങ്കിൽ നിങ്ങൾ ഉടനെ വിളിക്കേണ്ട ദിക്ർ ബഹുമാനപ്പെട്ട ഇമാം നബവി പഠിപ്പിക്കുന്നത് യാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കണം. ആപത്ത് വരുമ്പോൾ മുത്തുനബിയെ വിളിക്കണം എന്ന് പഠിപ്പിക്കുന്നു. ഞാൻ പറയുന്നത് എന്തായി പറഞ്ഞു വെച്ചതിന്റെ ആശയം നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു തൂണിന്റെ നടുക്ക് നിൽക്കുമ്പോ അത് വിഗ്രഹമാണോ എന്ന് തോന്നിപ്പോകോ എന്ന് കരുതിയിട്ട് അത്രത്തോളം ശിർക്കിന്റെ നിഴലിനെ പോലും ഭയപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനെ നിങ്ങൾ പച്ചയായി വിളിക്കണമെന്ന് പഠിപ്പിക്കുമ്പോ അത് ഐനുൽ തൗഹീദാണ്, അത് ശിർക്കല്ല. ശിർക്കിന്റെ ലാഞ്ചന പോലും അതിലില്ല. അതാണ് പഠിപ്പിക്കുന്നത്. സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അല്ലാഹു തആല ഇന്ന് നാം ഉൾക്കൊള്ളുന്ന ആ അഖീദയിൽ ജീവിച്ചു മരിക്കാൻ അല്ലാഹു എനിക്ക് നിങ്ങൾക്ക് തൗഫീഖ് നൽകട്ടെ. ജീവിതത്തിലെ ഒരു മഹാഭാഗ്യാണിത്. എന്ത്? പ്രമാണങ്ങൾ പഠിച്ച പണ്ഡിതന്മാർ നിൽക്കുന്നിടത്ത് നിൽക്കുക എന്നുള്ളത്. നമ്മൾ സ്വയം ഗവേഷകരാവാതെ മുൻകാല പണ്ഡിതന്മാരുടെ പിന്നാലെ നിൽക്കുക എന്ന് പറഞ്ഞത് ഒരു മഹാഭാഗ്യമാണ്. അപ്പോൾ അതേക്കുറിച്ച് കൂടുതൽ പറയണമെന്ന് തോന്നുന്നില്ല. രണ്ടാമതായിട്ട് പണ്ഡിതന്മാരൊക്കെ ചർച്ച ചെയ്തിരിക്കുന്ന ഒരു കബീറത്ത്, ഒരു വൻദോഷമാണ് യഥാർത്ഥത്തിൽ നിസ്കാരം ഉപേക്ഷിക്കുക എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി അഖീദ ഇമാം മാതുരിദിയുടെയും അശ്അരിയുടെയും അഖീദ അംഗീകരിക്കുന്നതോടുകൂടെ അഖീദ ക്ലിയർ ആവുക. ശരി, നമുക്ക് വേണ്ടതെന്താ? നമ്മുടെ കർമ്മം നേരെയാവണം. ആ കർമ്മത്തിന് കോട്ടുണ്ടായിക്കൂടാ. ആ കർമ്മത്തിൽ ഏറ്റവും പ്രസക്തമായത് പരിശുദ്ധമായ നിസ്കാരമാണ്. ഈ കർമ്മം, നിസ്കാരം എന്ന് പറയുന്ന കർമ്മം വളരെ പ്രാധാന്യത്തോടെ കാണണം. 5 നേരത്തെ നിസ്കാരം ഒരു വിശ്വാസി ഒഴിവാക്കിക്കൂടാ. അല്ലാഹു തആല പറയുന്നു ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അദാഉ സ്വലാത വത്തബഉ ശഹവാതി ഫസൗഫ യൽഖൗന ഗയ്യാ ഇല്ലാ മൻ താബ വആമന വഅമില സ്വാലിഹാൻ. സൂറത്ത് മറിയം 59. വിശാലമായ വിശദീകരണം വേണ്ടതാണ്. ഞാൻ അതിന്റെ ആശയം മാത്രം നിങ്ങളെ കേൾപ്പിക്കുന്നു. നിസ്കാരം ഉപേക്ഷിക്കുന്ന, നിസ്കാരം പാഴാക്കി കളയുന്ന ഒരു വിഭാഗം പിൽക്കാലത്ത് വന്നു. അല്ലാഹു തആല പറയാൻ ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അദാഉ സ്വലാഹ വത്തബഉ ശഹവാത്. ദേഹേച്ഛകളെ പിന്തുടരുകയും ചെയ്തവർ ഫസൗഫ യൽഖൗന ഗയ്യാ. അവർ ഗയ്യ് എന്ന കഠിന കഠോരമായ ശിക്ഷാ കേന്ദ്രത്തെ അവരെ അഭിമുഖീകരിക്കേണ്ടി വരും. സംശയിക്കണ്ട, അവർ ഗയ്യിൽ വീഴും. ഗയ്യ് എന്ന് പറയുന്ന നരകം
അഭിമുഖീകരിക്കേണ്ടി വരും. ഉടനെ തൗബ ചെയ്ത എന്റെ മുമ്പിൽ ഇരിക്കുന്ന സഹോദരന്മാർ, എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാർ പറയട്ടെ, അവസരമുണ്ട്. അവസരം നഷ്ടപ്പെട്ടിട്ടില്ല. മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഇപ്പോ തൗബ ചെയ്യാം. ഇപ്പൊ പറ്റിയ മാസം മുമ്പിലേക്ക് വരുന്നത് റമളാൻ. തൗബ ചെയ്ത് ഓർമ്മയുള്ളിടത്തോളം ഖളാ ആയിപ്പോയ നിസ്കാരങ്ങളൊക്കെ ഖളാ വീട്ടി തൗബ ചെയ്ത് പടച്ചവനോട് റബ്ബേ പൊറുക്കണേ, വിവരമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങളൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞ് ഇന്ന് മുതൽ അങ്ങോട്ട് നന്നാവാൻ ഒരു നിസ്കാരവും നഷ്ടപ്പെടുത്താതിരിക്കാം. നല്ലൊരു ജീവിതത്തിലേക്ക് തിരിച്ചു വരിക. എങ്കിൽ അല്ലാഹു തആല എന്നെയും നിങ്ങളെയും രക്ഷിക്കും, യാതൊരു സംശയവും വേണ്ട. എന്ന നരകം വളരെ ഗൗരവമുള്ളതാണ്. ഈ കാണുന്ന മഹാപ്രപഞ്ചം മുഴുവനും, ആ പ്രപഞ്ചം മുഴുവനും ആ തെരുവിലേക്ക് അങ്ങിട്ടാൽ ഇത് നരകം. ആ നരകം പല ഭാഗങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുക. ഈ ഹയ്യ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് ഈ പ്രപഞ്ചം ഒന്നടങ്കം അങ്ങിട്ടാൽ ഒറ്റ സെക്കൻഡ് കൊണ്ട് അത് ഉരുകി നിഷ്ഫലമായി പോകും. ഇതാണ് ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നതെങ്കിൽ ഇത്രയും കടുപ്പമുള്ള നരകം നിസ്കരിക്കാത്തവർക്കാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ സൂറത്ത് മറിയമിലൂടെ അല്ലാഹു എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നു. പക്ഷേ ആരുണ്ട് പഠിക്കാൻ? എന്താ കുഴപ്പം പറഞ്ഞത്? അല്ലാഹു അവർ നിസ്കാരം ഉപേക്ഷിക്കുന്നു എന്നതാണ്. നിസ്കാരം ഉപേക്ഷിക്കുന്നു എന്നതാണ് പ്രശ്നം പറഞ്ഞത്. എന്തായി നിസ്കാരം? നിസ്കാരം പാഴാക്കുക. നേരെ അതിന്റെ അർത്ഥം അതാണ്, ഉപേക്ഷിക്കുക എന്നല്ല. അതാണ് സ്വലാത്ത, നിസ്കാരം പാഴാക്കുക. പാഴാക്കുക എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ചാലും പാഴാക്കുക എന്ന് പറയാം. ഉപേക്ഷിക്കാതെ വേണ്ടതുപോലെ നിർവഹിക്കാഞ്ഞാലും അത് പാഴാക്കി എന്ന് പറയാം. പാഴാക്കി എന്ന് പറയാൻ എപ്പോഴൊക്കെ പറ്റും. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് എന്നോട് നിങ്ങളോട് പറയുന്നു. അല്ലാഹു പറഞ്ഞത് അദാറുസ്സലാ എന്നാണ്. ഇദാഅത്തുസ്സലാ, നിസ്കാരം പാഴാക്കുക എന്ന് പറഞ്ഞത് അതിന്റെ അർത്ഥം തറക്കൂഹാ ബിൽ കുല്ലിയ, മുഴുവനായി അവർ ഉപേക്ഷിച്ചു എന്നല്ല. നിസ്കാരം പാടെ അവർ ഉപേക്ഷിച്ചു എന്നല്ല. വലാകിൻ അഖറുഹാ അൻ ഔഖാതിഹാ, മറിച്ച് സമയം വിട്ട് ചിന്തിപ്പിച്ചോ, ഖളാ ആക്കി കളഞ്ഞാലോ നിസ്കാരം പാഴാക്കി എന്ന് പറയാം. ഖളാ ആക്കി കളഞ്ഞാൽ നിസ്കാരം പാഴാക്കി എന്ന് പറയാം. ഈ വേദിയിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാർ ആലോചിക്ക്, ജീവിതത്തിൽ വല്ലപ്പോഴും നിസ്കാരം ഖളാ ആയിപ്പോയിട്ടുണ്ടോ? അങ്ങനെയൊക്കെ ആലോചിക്കേണ്ട കേസാണോ ഇത്? സാധാരണയല്ലേ? അവിടെയാണ് ഒന്നൊന്ന് ഗൗരവത്തിൽ ആലോചിക്കുക. നിസ്കാരം ഖളാക്കുക എന്നുള്ളത് നമ്മൾ എത്ര ലാഘവത്തോടെ ചെയ്യുന്ന ഒരു പണിയാണ്. പ്രിയപ്പെട്ട ഉമ്മമാരെ, ഞാൻ പറയുമ്പോൾ നിങ്ങൾ എന്നോട് പിണങ്ങരുത് കേട്ടോ. ബഹുമാനപ്പെട്ട സഈദ് ഇബ്നുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു ഇമാമു താബിഈൻ എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന മഹാനാണ്. താബിഈങ്ങളുടെ നേതാവാണ്. ഇമാമു താബിഈൻ സഈദ് ഇബ്നുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു. ആരായി താബിഈ എന്ന് പറഞ്ഞ സ്വഹാബിയെ കണ്ടയാൾ, നബിയെ കണ്ടയാൾ സഹാബി. സഹാബിയുടെ പൂമുഖം കാണാൻ, ഏതെങ്കിലും ഒരു സഹാബിയുടെ പൂമുഖം കാണാൻ ഭാഗ്യമുള്ളയാള് ആ ആള് താബിഈയാണ്. ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി പറഞ്ഞില്ലേ, റഅയ്തു 70 ബദരിയ്യ, എന്റെ ജീവിതത്തിൽ ഞാൻ 70 ബദരീങ്ങളെ കണ്ടിട്ടുണ്ടെന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ അബുൽ ഹസൻ അൽ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു എന്നെയും നിങ്ങളെയും പരിചയപ്പെടുത്തുന്നു. 70 സഹാബിയെ കണ്ടുകൊണ്ടല്ല, 70 ബദരീങ്ങളെ കണ്ടു. അപ്പൊ ഹസനുൽ ബസ്രിയുടെ മഹത്വത്രയാണ്. 70 ബദരീങ്ങളെ കണ്ടു. ബദറിൽ പങ്കെടുത്ത 70 സഹാബത്തിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഏതാവട്ടെ, ഞാൻ പറഞ്ഞു വന്നത് താബിഈങ്ങളുടെ നേതാവായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയാ, എന്റെ അല്ലാഹു സ്വലാ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് എന്ന് മഹാനവറുകളോട് ചോദിച്ചപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, ഹുവ അല്ലാ യുസല്ലി അദ്ദുഹ ഹത്താ യഅതി അൽ അസ്റു വല
ولا يصلي العصر إلى المغرب ولا يصلي المغرب إلى العشاء ولا العشاء إلى الفجر ولا الفجر إلى طلوع الشمس. ഒരാൾ ളുഹർ നിസ്കരിക്കുന്നത് അസ്റിന്റെ സമയമായിട്ടാണ്. അവനെ പറ്റിയാണ് നിസ്കാരം പാഴാക്കിയവെന്ന് പറയുന്നത്. ളുഹർ ഖളാഅക്കി അസ്റിനോടൊപ്പം ളുഹറും അസ്റും കൂടെ നിസ്കരിച്ചു. അല്ലെങ്കിലോ അസ്ർ കൊണ്ടുപോയിട്ട് മഗ്രിബ് വരെ എത്തിച്ചോ, അല്ലെങ്കിൽ മഗ്രിബിനെ പിന്തിച്ച് ഇശാ വരെ എത്തിച്ചോ, ഇശായിനെ പിന്തിച്ച് ഫജ്ർ വരെ എത്തിച്ചോ, ഫജ്റിനെ പിന്തിച്ച് സൂര്യൻ ഉദിക്കുന്നത് വരെ. കാരണം അതോടുകൂടെ ഖളാഅയല്ലോ. ബാക്കിയുള്ളതൊക്കെ അടുത്ത പങ്ക് കൊടുക്കുമ്പോഴാണ് ഖളാഅ. പക്ഷെ സുബഹി ളുഹർ ബാങ്ക് വരെ ചാൻസില്ല. സൂര്യൻ ഉദിക്കുന്നതോടുകൂടെ കഴിഞ്ഞു. അപ്പൊ ഈ സമയം വരെ ആരെങ്കിലും ഈ 5 നിസ്കാരങ്ങളെ പിന്തിപ്പിച്ചാൽ ഈ അവസ്ഥയിൽ പതിവാകുന്നവനായിട്ട് അവൻ മരിച്ചു പോകുകയാണെങ്കിൽ അവൻ തൗബ ചെയ്ത് മടങ്ങിയതുമില്ല എങ്കിൽ അവനാണ് അല്ലാഹു ഗയ്യ് കൊണ്ട് താക്കീത് നൽകിയത്. ബഹുമാനപ്പെട്ട സഈദ് ഇബ്നുൽ മുസയ്യിബ് പറയാണ് ഫസൗഫ യൽഖൗന ഗയ്യാ എന്ന് അല്ലാഹു പറഞ്ഞ് താക്കീത് നൽകിയത് ഇവനാണ്. ഈ ഗയ്യ് എന്ന് പറയുന്നത് നരകത്തിലെ ഒരു പ്രത്യേക താഴ്വരയാണ്. അതിന്റെ സ്വഭാവം എന്താണ്? ബഈദുൻ ഖഅറുഹു ഖബീസുൻ തഅമുഹു. ആ നരകത്താഴ്വരയിൽ അതിന്റെ ആഴം വളരെ 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 കൂടിയതാണ്. അഗാധ തലത്തിലേക്ക് ആഴമുള്ളതാണ്. വളരെ വളരെ അധികം ആയമുള്ളതാണ്. അതുപോലെ തന്നെ ഖബീസുൻ തഅമുഹു. ആ നരകത്തിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണമോ വളരെ വൃത്തികെട്ട ഭക്ഷണമാകുന്നു. സഖൂം വൃക്ഷവും ഹമീം വെള്ളവും ഒക്കെ വിശുദ്ധ ഖുർആൻ എന്നെയും നിങ്ങളെയും പരിചയപ്പെടുത്തുന്നുണ്ട്. സഖൂം വൃക്ഷോ അതാ തിന്നുമ്പോഴേക്ക് നമ്മുടെ പല്ല് പൊട്ടുന്ന, അണ്ണാക്ക് തകരുന്ന, തൊണ്ട പൊട്ടിപ്പോകുന്ന തരത്തിലുള്ള ഒരുതരം മുള്ളിന്റെ മുള്ളുകളാണ്. ആ മുള്ളുകൾ നമ്മൾ തിന്നോളണം. അതിൽ ഒരൊറ്റ കമ്പ് തിന്നാൽ അത് വയറ്റിൽ ചെന്നിട്ട് ഇങ്ങനെ തിളച്ചു മറിയുന്ന, അതൊന്നും ഞാൻ പറയല്ല, താറുരുക്കിയത് തിളച്ചു മറിയും പോലെ തിളച്ചു മറിയോ. ആരാ പറയുന്നത്? അല്ലാഹു. സൂറത്തു ദുഖാൻ എടുത്ത് ഓതി നോക്ക്. ആ സൂറത്തു ദുഖാനിൽ അല്ലാഹു പറയുന്നുണ്ട് യഗ്ലീ ഫിൽ ബുത്തൂൻ. അത് വയറ്റിൽ ചെന്നിട്ട് ഇങ്ങനെ തിളച്ചു മറിയും. എങ്ങനെ? വയറ്റിൽ ചെന്നിട്ട് അതിങ്ങനെ താറുരുക്കിയതുപോലെ ഇളകി മറിയോ. ഇത് ഒരൊറ്റ കഷ്ണം തിന്നാനുള്ള ഹലാൽ. ഇതൊരു കഷ്ണം അല്ലാഹു പറഞ്ഞതിന് മാത്രം തിന്നു. ഇനി എന്നോട് പറയരുത് എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ പറ്റുമോ? ഇല്ല. വയറു നിറയെ തിന്നോളണം. പള്ള നിറച്ചിത് തിന്നേണ്ടി വരും. ഇതാണ് ഖബീസുൻ തഅമുഹു എന്ന് പറഞ്ഞ വിശുദ്ധ ഖുർആൻ ബഹുമാനപ്പെട്ട സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു നമ്മെ പരിചയപ്പെടുത്തുന്നത്. അതേ ബിഅസ ശറാബു വസാഅത് മുർതഫഖ എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ വെള്ളം എത്ര മോശപ്പെട്ട വെള്ളം എന്നാണ് ഖുർആൻ പറഞ്ഞത്. ആ വെള്ളത്തിന്റെ സ്വഭാവം എന്താ? وَإِيَسْتَغِيثُوا يُغَاثُوا بِمَاءٍ كَالْمُهْلِ يَشْوِي الْوُجُوهَ. ആ വെള്ളം കുടിക്കാൻ വേണ്ടി, ആ വെള്ളം എന്താണ്? നരകാവകാശികളുടെ ശരീരത്തിൽ ഒഴുകുന്ന ചീൻസലമാണ്. നരകാവകാശികളുടെ ശരീരം പൊട്ടിവരുന്ന ചോരയും സ്ഥലവും ചേർന്ന ചീൻസലം. ആ ചീൻസലമാണ് നരകാവകാശിക്ക് കുടിക്കാൻ കൊടുക്കുന്നത്. അത് കുടിക്കാൻ വേണ്ടി വായോടടുപ്പിക്കുമ്പോ അതാ മുഖത്ത് നിന്നിട്ട് മാംസം അതിലേക്ക് മുതിർന്നിങ്ങനെ വീണുകൊണ്ടിരിക്കോ, പൊളിഞ്ഞിങ്ങനെ വീണുകൊണ്ടിരിക്കും. അത്രയും ഗൗരവമുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. ആലോചിക്കണം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്താ ഈ പറയുന്നത്? ഇത് നമ്മൾ കുടിക്കണം, ഈ വെള്ളം നമ്മൾ കുടിക്കണം. ഞാൻ ചോദിക്കട്ടെ, ഓവർ ചൂടുള്ള ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ നമുക്ക് കഴിയോ? കഴിയൂല. എന്നാൽ ഒന്നും കൂടെ ചോദിക്കട്ടെ, ആ കുടിക്കാൻ കഴിയുമെന്ന് നമ്മൾ സങ്കല്പിക്കുന്ന വെള്ളം, അത്യാവശ്യം മീഡിയം ചൂടുള്ള വെള്ളം ഒറ്റയടിക്ക് വലിച്ചു കുടിക്കാൻ പറ്റുമോ? ഇല്ല. വലിച്ചു കുടിച്ചാൽ വിവരറിയും. ഖുർആൻ ഇതിനെപ്പറ്റി പറയുന്നത് ഫശാരിബൂന ശുർബൽ ഹീം, ദാഹിച്ചു വലഞ്ഞ ഒട്ടകം കുടിക്കും പോലെ കുടിച്ചോളാമെന്നാണ്. സഈദ് ഇബ്നുൽ മുസയ്യിബ്
റളിയല്ലാഹു അൻഹു പറയുന്നത് പോത്ത് കുടിക്കും പോലെ നരകത്തിൽ നിന്ന് ചീഞ്ചലം കുടിക്കണോ? അപ്പൊ ഇതൊക്കെ കുടിക്കാതിരിക്കണോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ട ഉപ്പ, എന്റെ ജ്യേഷ്ഠ, എന്റെ അനുജ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ഇത് നിങ്ങൾ കാര്യമായി വിശ്വസിച്ചതാണോ അതോ തമാശയോ? കാര്യമായി വിശ്വസിച്ചതാണെങ്കിൽ യൗമുൽ ആഖിർ എന്ന് പറഞ്ഞിട്ടൊരു ലാസ്റ്റ് ഡേ ഉണ്ട്, ഇത് നിങ്ങൾ കാര്യത്തിലോ തമാശയിലോ വിശ്വസിച്ചത്? നരകമുണ്ട്, സ്വർഗമുണ്ട്, ഖുർആൻ പറയുന്നതൊക്കെ സത്യമാണ്, കാര്യത്തിലോ തമാശയിലോ വിശ്വസിച്ചത്? കാര്യത്തിലാണെങ്കിൽ ഞാൻ പറയട്ടെ, സുബഹിയുടെ ബാങ്ക് കൊടുത്തിട്ട് ഏത് നിലക്കാണ് നമ്മൾ കയ്യും തള്ളിക്കിടക്കുന്നത്? എഴുന്നേറ്റോളോ, ചാടി എഴുന്നേറ്റോളോ, സുബഹി ആക്കി കിടന്നുറങ്ങരുത്. ഇന്നത്തെ പ്രഭാഷണം കേട്ടിട്ട് നാളെയും ജീവിതം തിരുത്താതെ മുന്നോട്ട് പോയിക്കൂടാ. എന്ത് പറയുന്നത്? എന്റെ മുമ്പിൽ ഇരിക്കുന്നവരൊക്കെ സുബഹി ആക്കുന്നവരാണെന്നല്ല, പക്ഷെ ആർക്കെങ്കിലും അത്തരം സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന് മാറണം. ഇതാണ് നമ്മുടെ ലക്ഷ്യം. നാം ഈ സദസ്സ് സംഘടിപ്പിച്ചത് ഏതെങ്കിലും ഒരു ആലിമിനെ തെറി പറയാനല്ല, ഒരു സയ്യിദിനെ കടന്നു പിടിക്കാനല്ല. അതുകൊണ്ടൊന്നും നമുക്ക് ദുനിയാവിലൊന്നും കിട്ടാനില്ല, ആഖിറത്തിൽ അത്രയും കിട്ടാനില്ല, നഷ്ടമുണ്ടാവില്ല. അപ്പൊ ഒരാളെങ്കിലും ജീവിതത്തിൽ നിന്ന് മാറട്ടെ, ഈ ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് ഈ പ്രഭാഷണം ഇവിടെ സംഘടിപ്പിച്ചതിന്റെ പേരിലുള്ളത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആലോചിക്കണം, ഉച്ചാലോചിക്കണം, നന്നാവാൻ വേണ്ടി ഒരുങ്ങണം. ഈ പ്രഭാഷണം കേൾക്കുന്നതോടുകൂടെ തീരുമാനിക്കണം, നാളെ സുബഹി ആക്കി കിടന്നുറങ്ങുന്ന ഒരു ചുറ്റുപാട് എന്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. എന്താ ഈ നിസ്കാരം ഖളാഅത്ത് എന്ന് പറഞ്ഞാൽ എത്ര ഗൗരവമുള്ള ഒരു കാര്യമാണ്. നമ്മളത് തീരെ ചിന്തിക്കാതെ പോവാണല്ലോ. ആലോചിച്ച് നോക്ക് നിങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞു, ഉമ്മമാരെ, പെങ്ങന്മാരെ നിങ്ങൾ പിണങ്ങരുത് എന്ന് പറഞ്ഞിരുന്നു. സാധാരണഗതിയിൽ നിസ്കരിക്കുന്ന ഒരു ടീമാണ്, ഒരു വിഭാഗമാണ് പലപ്പോഴും ഉമ്മമാർ. ഉമ്മമാരെ മതഹ് പറയുമ്പോൾ പറയാതിരിക്കാൻ വയ്യ. ആണുങ്ങളും പെണ്ണുങ്ങളും ആപേക്ഷികമായിട്ട് പെണ്ണുങ്ങളായിരിക്കും നിസ്കരിക്കുക. പല നാട്ടുപുറങ്ങളിലൊക്കെ ചെന്നാൽ നമ്മൾ കാണുന്ന ഒരു സംഗതിയാണ്. ആണുങ്ങൾ നിസ്കരിക്കാത്ത ആണുങ്ങളുണ്ടെങ്കിൽ നിസ്കരിക്കാൻ ദൃഢനിശ്ചയം ചെയ്തോണം. പക്ഷെ ആ കൂട്ടത്തിൽ ഞാൻ പറയുന്ന നിസ്കാരം ഖളാഅാക്കുന്നതിന് നിസ്കരിക്കുന്ന പെണ്ണുങ്ങൾക്ക് ഒരു രക്ഷയുമില്ല. നിസ്കാരം ഖളാഅാക്കുന്നത് അത് വെറുതെയാണ്. ഞങ്ങളെല്ലാം നിസ്കാരം